ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ച, നല്ലൊരു മഴയില്ലാത്ത ദിവസമായിട്ടോ. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനുള്ളത് തിരൂരാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല അടിപൊളി ചൂട് പൊറാട്ടയും നല്ല കുട്ടൻ ചാപ്സും മട്ടൻ ചാപ്സും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, തിരൂര് ആലത്തിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ. അപ്പോൾ നമ്മൾ തിരൂരാണുള്ളത്. നേരെ അങ്ങോട്ടേക്ക് പോകാം. നല്ല അടിപൊളി സംഭവം ഞാൻ കഴിച്ചിരിക്കണേ. ഇവര് ജസീൽ നമ്മളെ സുഹൃത്താണ്, നമ്മളെ സഹോദരനാണ്. അതേപോലെ ജസീർ ട്രൈ ചെയ്തിരിക്കണോ? ഒരേട്ടം വയ്ക്കണ. പക്ഷെ അത് ഒരു ഒന്നൊന്നര സംഭവമാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകണ്ട. നിയാസ് ട്രൈ ചെയ്തിട്ട് എല്ലാം നമ്മളെ ദുബായിലൊന്നും ഇജാതി ഐറ്റം കിട്ടൂല. അപ്പൊ നമ്മൾ നേരെ പോയോ കേട്ടാ. അപ്പൊ നമ്മള് തിരൂര് കഴിഞ്ഞ് ഇവിടെ പുതിയങ്ങാടി എത്തിയിട്ടുണ്ട്. പുതിയങ്ങാടി നേർച്ചൊക്കെ നടക്കണ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലുങ്ങൽ എന്ന് പറയുമ്പോൾ പുതിയങ്ങാടി കഴിഞ്ഞ് നമ്മളെ ഈ നേർച്ചൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മളെ ആലത്തിയൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. അതായത് നമ്മളെ ചമ്രവട്ടം പാലം എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ. ആ ഹോട്ടലിൻ്റെ ഒരു ചെറിയ ഹോട്ടലാണ്. പിന്നെ എന്താ പറയുക, ഒരു നാടൻ സ്റ്റൈലിൽ ഉള്ള ഒരു പാചക രീതി, വിറകടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബദരിയ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇപ്പോൾ പുതിയങ്ങാടി കറക്റ്റ് ഇതാണ് നമ്മളെ നേർച്ച നടക്കണ മക്കാമ കേട്ടോ. പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമായ നേർച്ചയാണ്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച കേട്ടാ, ഒരു സുസുക്കിന്റെ ലോഗോ. ഇതൊരു പിന്നെന്താ പറയുക, ഫ്ലൂറസെന്റ് അക്രലിക്കാണ്. ഒരു ഡബിൾ ഒക്കെ ഒരു ബ്ലാക്കും അപ്പുറം ഒട്ടിച്ചതാണ്. നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ വാങ്ങിയതാണ്. ഇതിന് കുറേ എയർ ഫ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഗോപ്രോന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇത് മാത്രമാക്കി. ഇങ്ങനെയുണ്ട്, രസമുണ്ടാ. 180 200 അങ്ങനെ എന്തോ ചെറിയ പൈസ ഉള്ളൂ. പക്ഷെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. ഇതെല്ലാ വണ്ടിന്റെയും ലോഗോ കിട്ടും കേട്ടോ. ടയോട്ടോ കിട്ടും, അതേപോലെ മഹീന്ദ്ര, സുസുക്കി, ഓരോ വണ്ടിന്റെയും ഇറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഭംഗിയായി തോന്നി. അപ്പൊ നമ്മൾ ഇതിമുള്ള എയർ ഫ്രഷ് എന്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാക്കി. നമ്മളിപ്പോ ആലത്തിയൂർ എത്തിയിട്ടോ. ആലത്തിയൂർ ഒരു ജംഗ്ഷനാണ്. വലത്തോട്ട് പോയാൽ പിന്നെ മംഗലം പുറത്തൂർ ഭാഗത്തേക്ക് പോകും. ഇടത്തോട്ട് നമ്മളെ ചുറ്റിപ്പുറം ആ ഭാഗത്തേക്ക് തന്നെ പോകും. നമുക്ക് പോകേണ്ടത് നേരെയാണ്. ആലത്തിയൂർ കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ് ആലുങ്ങൽ. അവിടെയാണ് നമ്മുടെ ബദരിയ ഹോട്ടൽ വരുന്നത്. ഇവിടെ എപ്പോഴും ഒരു തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി തിരിയുന്ന, ചില സമയത്ത് അപാര ബ്ലോക്കായിരിക്കും. പിന്നെ ഈ റൂട്ട് പറഞ്ഞാൽ KSRTC ബസ്സൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ ചമ്രവട്ടം പാലം വന്നതിന് ശേഷം ഇതിലൂടെ എറണാകുളത്തേക്ക്, അതേപോലെ വലിയ ഭാരം കൂടിയ വണ്ടികളൊക്കെ ഇതിലൂടെയാണ് സർവീസ് ഇപ്പോൾ നടത്തുന്നത്. കാരണം എറണാകുളം കോഴിക്കോട് തീരദേശ പാതയൊക്കെ ആയിട്ട് ഇതാണ് ഇപ്പോൾ വരുന്നത്. അതായത് നമ്മളെ ചാവക്കാട് നിന്ന് പൊന്നാനിയിൽ നിന്ന് നമ്മളെ ചമ്രവട്ടം പാലം കടന്ന് തിരൂര്, പരപ്പനങ്ങാടി, അങ്ങനെ കോഴിക്കോട് കയറ്റമില്ലാത്തൊരു റൂട്ടാണിത്. പക്ഷേ റോഡ് കുറച്ച് വീതി കുറവാണ്. കുറച്ചല്ല, വളരെയധികം വീതി കുറവാണ്. വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെങ്കിലും സുഖമായിട്ട് പോകാൻ പറ്റും. കൂടുതലും ഭാരം കൂടിയ വെഹിക്കിളും ഒക്കെ ഇതിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മറ്റേ ഹൈവേ പണി നടക്കണോണ്ട് ഈ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ആലുങ്ങലെത്തി. ഈ ഇടത്ത് ഭാഗത്ത് കാണുന്ന ഇതാണ് ബദരിയ. നല്ല ആളുമുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പേസ് കുറവാണ്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലുള്ള നല്ലൊരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് വേണം പോവാൻ. അവിടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ലിവർ, കുട്ടൻ ചാപ്സ്, മട്ടൻ ചാപ്സ് എല്ലാം എത്തിട്ടോ. എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കാനുള്ളൊരിത് തോന്നും. നല്ല അടിപൊളി. കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ, കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. പൊറാട്ട അല്ലാതെ ഇവിടെ പുട്ട് അങ്ങനത്തെ കടികളൊക്കെ അവൈലബിൾ ആണ്. ഇതിലേക്ക് എന്തായാലും നമുക്ക് ഒരു കോമ്പിനേഷൻ വരല് പൊറാട്ടന്. പുട്ടും കുഴപ്പമില്ല, പുട്ടും നമുക്ക് ഇതിനകത്ത് ട്രൈ ചെയ്യാം. നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ആ പൊറാട്ടയിലേക്ക് ആ മട്ടൻ ചാപ്സ് ഒഴിച്ചിട്ടേ, ആ കുരുമുളകിൻ്റെ കട്ടിയുള്ള മട്ടൻ ചാപ്സ് ഒഴിച്ചിട്ട് അതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഉരുട്ടി വായിൽ വെക്കുമ്പോൾ അബ്ബാര ടേസ്റ്റാണ്.
ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു ചാപ്സും പൊറോട്ടയും വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല, ഉള്ളത് പറയാലോ. പിന്നെ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അത് തന്നെയാണ് അഭിപ്രായം. ഞങ്ങൾ അതിൻ്റെ കൂടെ ചായയും ഓർഡർ ചെയ്തിട്ടോ, 4 ചായയും. കാപ്പി ഗ്യാസെല്ലാം തട്ടാട്ടാ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഇറങ്ങി. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടാ. ഇന്നെന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ്. വിശന്ന് കഴിച്ചിട്ടാണോ എന്നുള്ള അറിയില്ല. ഞങ്ങള് ഒരു കുട്ടൻ ചാപ്സും ഒരു മട്ടൻ ചാപ്സും പിന്നെ 2 മട്ടൻ ചാപ്സും ഒരു കുട്ടൻ ചാപ്സും പിന്നെ ഒരു ലിവറും, എല്ലാവരും പൊറോട്ടയും ചായയും. അടിപൊളി, നമ്മളെ നാടൻ രുചി, നാടൻ സ്റ്റൈല്. ആ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ അല്ലേ ചാപ്സ്. എന്താ നിയാസ, എന്താ പാട്? ജസീറ എന്താ പറയാ? ജസീല, ഇതുപോലെ ഒരു ഐറ്റം വേറെ എവിടെയും കിട്ടുമോ എന്നുള്ള ഒരു, പക്ഷെ കഴിച്ചത് അടിപൊളിയാണ്. ഇപ്പോ ഞാൻ അവിടെ ചോദിച്ചപ്പോഴേ, ഇന്ന് അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഹോട്ടലിന്റെ മോളെ കല്യാണോ നിക്കാഹോ അങ്ങനെ എന്തുകൊണ്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോൾ ഒരു ക്ലോസ് ചെയ്ത്. പക്ഷെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും അവർ ഉച്ചക്ക് നെയ്ച്ചോറ്, ബീഫ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടാവും എന്ന് പറയാം. നേരത്തെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. രാവിലെ തൊട്ട് രാത്രി വരെ സജീവമാണ് ഹോട്ടല്. എല്ലാം നല്ല ടേസ്റ്റി അടിപൊളിയായിട്ട് ഉള്ള സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കുട്ടൻ ചാപ്സും മട്ടൻ ചാപ്സും പൊറാട്ടയും, അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രൈസ് വരുന്നത് വളരെ തുച്ഛം പൈസ ഉള്ളൂ കേട്ടോ. അതായത് ഞങ്ങളിപ്പോൾ 2 മട്ടനും ഒരു കുട്ടനും പിന്നെ ലിവറും പിന്നെ എല്ലാവരും പൊറാട്ടയും ചായയും ഒക്കെ കൂടി ആയിട്ട് എല്ലാം കൂടി കഴിച്ചിട്ട് ആകെ 500 സംതിങ് എന്തോ, 500 എത്രടാ? 598, ഏകദേശം 600 റുപ്യ അത്രേ ആയിട്ടുള്ളൂ. കാരണം അത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൊറോട്ട ഒക്കെ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് പിന്നെ ചായ ഒക്കെ ഉൾപ്പെടെയാണ് ഈ എമൗണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു റേറ്റ് തന്നെ വരുന്നത്. അപ്പോൾ തിരൂർ പൊന്നാനി റൂട്ടിലൂടെ ഒക്കെ പോകുന്നവർ മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. മസ്റ്റ് ട്രൈ ആണ് ഹോട്ടൽ ബദരിയ ആലിങ്ങൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.